ഹലോ ഹായ്, ഞാൻ ഇന്ന് ഉള്ളത് തൃശ്ശൂരാണ്. ഇന്ന് എൻ്റെ കൂടെ കപ്പിൾസ് ആയിട്ടുള്ളത് അസ്മിയ നിഹാസാണ്. ഓക്കെ, അപ്പോൾ 3 ദിവസത്തെ ഫംഗ്ഷൻ ആയിരുന്നു. മിനിഞ്ഞാന്ന് ഒരു രംഗോലി, ഇന്നലെ ഒരു ഈവ്, ഇന്ന് നിക്കാഹ്. പിന്നെ അപ്പോൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും വലിയൊരു ദിവസമാണ്. ഈ ഒരു ദിവസത്തെക്കുറിച്ച് എന്തെങ്കിലും പറയണം? ഭയങ്കര സന്തോഷമുണ്ട്. അത് നല്ല രീതിയിലെല്ലാം നടന്നത്. വാക്കുകളില്ല, പക്ഷെ ഭയങ്കര സന്തോഷം രണ്ടാൾക്കും. നിങ്ങൾ ആൾറെഡി അറേഞ്ച് മാരേജ് അല്ലേ? അതെ. നിങ്ങൾ രണ്ടാളും വർക്ക് ചെയ്യുന്നവരോടത്താണ് അല്ലേ? അല്ലല്ല, യു കെയിലാണ്. ഓക്കെ, ഓരോരുത്തല്ല, പക്ഷേ ഒരു കൺട്രിയിലാണ് നിങ്ങളുടെ ജോബ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇപ്പോൾ നേരത്തെ നിങ്ങൾ ഇതിൽ പറഞ്ഞു ഫാമിലിയിലുള്ള ഒരാളുടെ ഇതായിട്ടാണ്. അപ്പോൾ നിങ്ങൾ യു കെയിൽ നിങ്ങളുടെ ഒരു പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളിതിന് മുമ്പ് കണ്ടിട്ടൊന്നുമില്ല. ഈ ഒരാൾ പറഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കണ്ടതിന് ശേഷം നിങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ നിങ്ങൾ ഈ ഒരു ലൈഫിലേക്ക് എത്താൻ വീട്ടിലേക്ക് പറയുന്നതിന് മുന്നേ നിങ്ങൾ ആൾറെഡി ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലേ? ഉണ്ടാവും. ഒരു നമുക്കൊരു പിന്നെ ഇങ്ങനെ കല്യാണത്തിൻ്റെ കാര്യം നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ, പിന്നല്ലേ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവും, അതോ നേരിട്ട് നിങ്ങൾ വീട്ടിൽ? ആദ്യം പാരൻസോട് പറഞ്ഞു, എന്നിട്ട് അവർ തീരുമാനിക്കത്ത രീതിയിലാണ് അവരവരെ പിന്നെ അവർ അന്വേഷിക്കുന്നു. അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ പിന്നെ എൻഗേജ്മെൻറ്റ് 3 മാസം മുന്നേ കഴിഞ്ഞു. ഇപ്പോൾ കല്യാണം 8 മാസമായി. ശരിയാണ്. എൻഗേജ്മെന്റ് നമ്മൾ തന്നെയാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻഗേജ്മെന്റ് ഇങ്ങോട്ട് കല്യാണത്തിലേക്ക് 8 മാസം എന്ന് പറയുമ്പോൾ എനിക്കതൊരു തോന്നുന്നില്ല. കാരണം ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ കല്യാണത്തിൻ്റെ ഓട്ടത്തിൽ കൂടെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് എല്ലാത്തിനും ചോദിക്കുന്നത് പോലെ തന്നെ ഇപ്പം ഞാൻ കിടക്കുന്നത് പെരിന്തൽമണ്ണയിലാണല്ലോ. ക്യാപിറ്റോൾ തിയേറ്റർ എന്ന് പറയുന്ന ഒരു ഫേം 19 വർഷമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് സ്വാഭാവികമായിട്ടും എത്തുമ്പോൾ അതിനെന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പം ഞാൻ അസ്മിയയുടെ ഫസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അഫ്സാനയുടെ എൻഗേജ്മെൻ്റാണ്. അപ്പോൾ എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ചില പിന്നെ ഫാമിലി ഫസ്റ്റ് നമ്മളൊരാളെ ഏൽപ്പിക്കുക, അത് ഓക്കെ ആണെന്നുണ്ടെങ്കിലുള്ളൂ അതിൻ്റെ ബാക്കിയുള്ള ഘട്ടത്തിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തുള്ളൂ. അപ്പോൾ ഞാൻ അന്ന് തുടങ്ങിയ ഒരു എൻഗേജ്മെൻറ്റ്, അതിൻ്റെ കല്യാണം, അത് കഴിഞ്ഞ് ഇയാളുടെ എൻഗേജ്മെൻറ്റ്, ഇപ്പം ഇന്ന് എൻ്റെ നിക്കാഹ്. അപ്പോൾ ഇതും അതിന് ശേഷം 1-2 ഫ്രണ്ട്സുകളുടെ ആളുടെ റെക്കമെൻഡേഷനിലും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ക്യാപിറ്റോൾ തിയേറ്റർ നിങ്ങൾ കാണുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ളത്? എന്താണ്? നിങ്ങളുടെ ഫോട്ടോഗ്രാഫേഴ്സും എല്ലാ ടീം മെമ്പേഴ്സും ക്രൂ മെമ്പേഴ്സും എല്ലാം നമ്മൾ എത്രത്തോളം കംഫർട്ടബിൾ ആക്കുന്നു, എത്ര നല്ലോണം നമ്മളോട് ചിരിക്കാൻ അതൊക്കെ ചെയ്യാൻ പറയണു. ഇങ്ങനെ എനിക്ക് വേറെ ആരും പറഞ്ഞു തരുന്ന എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ക്യാപിറ്റോൾ അന്ന് എപ്പോഴും നിങ്ങളാണ് സൂപ്പർ. ഇനി എന്ത് പരിപാടി ഉണ്ടെങ്കിലും ക്യാപിറ്റോൾ. ഇതിന്റെ പ്രശ്നം എന്താ അറിയോ, ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോ അത് താഹിർ തന്നെ വേണം, അങ്ങനത്തെ അവസ്ഥ. ഞാൻ പറയും താഹിറില്ലെങ്കിൽ എനിക്ക് ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സെപ്റ്റംബർ 1-ാം തീയതി നിഹാസിൻ്റെ അവിടുത്തെ ഒരു റിസപ്ഷനും കൂടെ ക്യാപ്ചർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നിഹാസ് ക്യാപിറ്റോൾ തിയേറ്റർ എന്താണെന്ന് ഇവൾ പറഞ്ഞത് അല്ലാണ്ട് ഇന്നിപ്പോൾ ഞങ്ങളുടെ ആ ഒരു ക്യാപ്ചറിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഒരു ടീമിൻ്റെയും ഇന്നത്തെ ഒരു ആറ്റിറ്റ്യൂഡും നമ്മൾ ആ ഒരു കവറേജൊക്കെ കണ്ടല്ലോ. എന്താണ് നിഹാസിന്? അതാ ഇവള് പറഞ്ഞ പോലെ ആ ഫാമിലി ഫീല്, ബിക്കോസ് ആ കംഫർട്ടബിൾ നമുക്കാവും. നമുക്കറിയാം നമ്മൾ ഫോട്ടോജനിക് അല്ലാത്ത ആൾക്കാരാണെങ്കിലും ഒരു പറഞ്ഞു തന്നിട്ട് അത് അപ്പോൾ ഒരു കംഫർട്ടബിലിറ്റി, നമ്മൾ എന്തായാലും നമ്മുടെ കാര്യത്തിൽ ബിസി ആവും. അപ്പം അതിൻ്റെ ഇടയിൽ ഈ കാര്യം ശ്രദ്ധിക്കാണ്ട് നമുക്കറിയാം, പിന്നെ അറിയാം ഫോട്ടോയുടെ ക്വാളിറ്റിയും സപ്പോർട്ടും. അപ്പോൾ അതാണ് ഒരു ഫേവറബിൾ എനിക്ക് തോന്നിയത്. അപ്പോൾ ആ സമയത്തും ആ ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും, അതിൻ്റെ ഒപ്പം നമ്മളെ ഈ സപ്പോർട്ടും ആ ഫാമിലി ഫീലിങ്ങും ഒരു പ്ലസ് പോയിന്റ്. അത് നിങ്ങളെ കൂടെ ഒരാളെ പോലെയാണ്, പുറത്തുള്ള ഒരാളായിട്ട് തോന്നുന്നില്ല. അത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എല്ലാ കപ്പിൾസും പറയുന്ന ഒരു സംഭവമാണ്. ഞങ്ങളതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ട് ഫംഗ്ഷൻ കഴിഞ്ഞ് പോകുമ്പോൾ, എന്താപ്പോൾ അവർ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്കത് അറിയില്ല, കാരണം നമ്മൾ ആൾറെഡി ഒന്നാമത് ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിൽ മെയിനായിട്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ 29 വർഷമായി ഫോട്ടോഗ്രാഫി ഫീൽഡിൽ. ഇപ്പം എൻ്റെ കൂടെ വന്നതിൽ ഒരു 90% ആളുകളും ഇപ്പം നിലവിൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്നില്ല. അത് സ്വാഭാവികമായിട്ടെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്തിനനുസരിച്ച് നമ്മൾ മാറാത്തതുകൊണ്ടാണ്. ഫോട്ടോഗ്രാഫി നന്നാവുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ നല്ലൊരു ഫ്രെയിം വെക്കുക എന്നുള്ളതല്ല. നമ്മളിപ്പോൾ നിങ്ങളീ പറഞ്ഞ പോലെ ഒരു വീട്ടിൽ നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ആളുകളോട് എങ്ങനെയാണോ നമ്മൾ പെരുമാറുന്നത്, അത് ഇതിൻ്റെ വലിയൊരു ഘടകമാണ്. അപ്പോൾ അത് ബാക്കിയുള്ള ഫോട്ടോഗ്രാഫേഴ്സിനുള്ളൊരു മെസ്സേജാണ്. ആ ഒരു രീതിയിൽ പിന്നെ പോവാം. പിന്നെ ഇനി നമുക്കൊരു ബ്രൈഡ് ഇവിടെ കാത്ത് നിൽക്കുന്നുണ്ട് വിളിക്കാൻ വേണ്ടിയിട്ട്. അഫ്സാൻ ഒന്നും ഇങ്ങോട്ടേക്ക് വരണം. ബ്രൈഡിന്റെ സിസ്റ്റർ ഒന്ന് ഓടി വായോ. ഇവിടെ നിൽക്കൂ. ഇതാണ് അഫ്സാന. അതായത് പിന്നെ തൃശ്ശൂരിൽ ഞാൻ ഫസ്റ്റ് വരുന്നത് അഫ്സാനയുടെ എൻഗേജ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അന്ന് എൻഗേജ്മെന്റിന് എങ്ങനെയാണ് ക്യാപിറ്റോൾ തിയേറ്ററിലേക്ക് എത്തിയത്? അതായത് 2021. അത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ
ഷൂട്ട് ചെയ്തിരുന്നത്. ആ. അപ്പൊ അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവരുടെ ഫോട്ടോസും എല്ലാം. ഓക്കെ. അപ്പൊ അങ്ങനെ അത് ത്രൂ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തതാണ്. ആ കോണ്ടാക്ട് ചെയ്തു. ഞാൻ അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല ഇല്ല, എൻഗേജ്മെന്റ്. അന്ന് വന്നില്ല. ഞാൻ അന്നൊരു വേറെ നമ്മളെ ഫോട്ടോഗ്രാഫറെ വിട്ടിരുന്നു. പക്ഷെ ആ ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് കല്യാണം ഫിക്സ് ചെയ്തു. ഫിക്സ് ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞു, ഇയാൾ എന്നോട് പറഞ്ഞു ഹസ്ബൻഡ്, അത് അതിന്റെ ഇടയില് എന്റെ ഫ്രണ്ടിന് ഞാൻ റെക്കമെൻഡ് ചെയ്തിരുന്നു. അപ്പൊ അവിടെയാണ് ബഷീർ ഖാനെ കണ്ടത്. ആ യെസ്, നമ്മളെ പിന്നെ എന്താ കപ്പിൾസിന്റെ പേര് മറന്നല്ലോ ഞാൻ. മരിയയുടെ കല്യാണത്തിന് ഇതാക്കിയിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ കല്യാണങ്ങളുടെ ഇങ്ങനെ വീണ്ടും ക്യാപിറ്റോൾ തിയേറ്ററിൽ ഇങ്ങനെ ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ ഒന്നാം തീയതിക്കത്തെ കല്യാണം. അപ്പോൾ ഈ ഒന്നാം തീയതിക്കത്തെ കല്യാണത്തിന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻക്വയറി അസ്മി അല്ല എന്നോട് ചെയ്തത്, ബ്രോ അല്ല ചെയ്തത്, ബ്രോയുടെ സിസ്റ്ററാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ എൻക്വയറി വന്ന സമയത്ത് പിന്നെ എനിക്കും അറിയില്ല ഇത്, പിന്നെ അതായത് എനിക്ക് അഡ്വാൻസ് ഒന്ന് ബുക്ക് ചെയ്ത സമയത്തും എനിക്കറിയില്ല അസ്മിയുടെ കല്യാണം കഴിക്കുന്ന നിഹാസിൻ്റെയും ബ്രദേഴ്സും ഒക്കെ കൂടെയാണ് ഇത് എന്നുള്ളത്. ബുക്ക് ചെയ്തതിന് ശേഷമാണ് എന്നോട് അസ്മി പറഞ്ഞത് സെപ്റ്റംബർ 1 ഒരു കല്യാണം ബുക്ക് ചെയ്തില്ലേ. അതെ ബുക്ക് ചെയ്തു. അപ്പോൾ അത് നമ്മളെ പിന്നെ എൻ്റെ റിസപ്ഷനാണ്. റിസപ്ഷനോ? അപ്പോൾ ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ അവിടെ ഒരു ക്യാപിറ്റോൾ തിയേറ്റർ എങ്ങനെയാണ് വന്നത്? അവള് റിസർച്ച് ചെയ്ത് ഞാൻ പറയാം, നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോ ക്യാപിറ്റോൾ തിയേറ്ററിന് അവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു. ഓക്കെ. ഫോട്ടോസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ സാധനം അപ്പോഴേ തീരുമാനിച്ചു ക്യാപിറ്റോൾ. അപ്പൊ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇനി ഫാമിലി ഇങ്ങനെ വൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടുത്തെ ഫാമിലി, അവിടെ 3 കപ്പിൾസ് ആണ്. സെപ്റ്റംബർ 1 നമുക്ക് 3 കപ്പിൾസ് ഉണ്ട്. ഇയാളുടെ ബ്രദറിന്റെ ഉണ്ട്, സിസ്റ്ററിന്റെ ഉണ്ട്. അത് ഒരു പൂരം പോലെ തന്നെ ആയിരിക്കും. ഞങ്ങൾ 2 ഫോട്ടോ 2 വീഡിയോ ഒക്കെ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റോൾ തിയേറ്ററിലേക്കുള്ള കപ്പിൾസിന്റെ എൻട്രികൾ ഇങ്ങനെ കൂടി വരികയാണ്. ഇനി പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ക്യാപിറ്റോളിലേക്ക് ഇങ്ങനെ കപ്പിൾസുകൾ ഇങ്ങനെ വരട്ടെ. അപ്പോൾ ഓക്കെയാണ്, നിങ്ങൾ ഹാപ്പിയാണ്. ഇന്നത്തെ ക്യാപ്ചറിങ്ങിനെ കുറിച്ചിട്ട്, ഇന്നത്തെ ഒരു ദിവസത്തിന് ക്യാപിറ്റോളിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, ക്ലീശ അല്ലാത്ത രീതിയിൽ പറയുകയാണെങ്കിൽ അടിപൊളിയാണ്, ക്ലീശ ആയല്ലോ അല്ലേ? അപ്പോൾ പിന്നെ എല്ലാം കൊണ്ടും നിങ്ങൾ ഹാപ്പിയാണ്, കംഫർട്ടാണ്, സെറ്റാണ്. അപ്പോൾ വീണ്ടും ഒരു കപ്പിൾ എന്നോട് അവിടെ കുറേ നേരമായി നിർത്താൻ പറയുന്നു. ഇതെന്താ വെച്ചാൽ ഇതൊരു വ്ളോഗാണ്, ഇത് കുറേ ത്രൂ ഔട്ട് പോകണം അല്ലേ, കണ്ടന്റ് ആളുകൾ കേൾക്കണ്ടേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇത് കട്ട് ചെയ്യാണ്. ഓക്കെ, വീണ്ടും ഒരു കപ്പിൾസിനായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.